നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ കേരള ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പരിണാമങ്ങളെക്കുറിച്ചും അതിനോടനുബന്ധിച്ചുണ്ടായ പ്രധാന സംഭവങ്ങളെക്കുറിച്ചും. നമ്മുടെ പാഠപുസ്തകത്തിലെ കേരളത്തിലെ ഇസ്ലാമിക പാരമ്പര്യം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലുണ്ടായ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. 2, 1921 മലബാർ കലാപം എന്തുകൊണ്ട് സംഭവിച്ചു, അതിന്റെ പ്രധാന കാരണങ്ങളും ഫലങ്ങളും എന്തൊക്കെയാണ്. 3, ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മുസ്ലിം നേതാക്കളും അവരുടെ സംഭാവനകളും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 1921 മലബാർ കലാപത്തെക്കുറിച്ചാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ആദ്യകാല കലാപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 1921 കലാപം ദേശീയ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് മുന്നോട്ടുപോയി. ഒന്നാം ലോക മഹായുദ്ധാനന്തരം രാജ്യത്ത് ശക്തി പ്രാപിച്ച ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിലെ മുസ്ലിം ജനവിഭാഗത്തെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിച്ചു. 1920 നടന്ന മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം കുടിയായ്മ പ്രശ്നങ്ങളും ഖിലാഫത്ത് വിഷയങ്ങളും ഉയർത്തിക്കാട്ടി. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും മലബാറിലെത്തി. ഇത് ജനങ്ങളിൽ വലിയ ആവേശമുളവാക്കി. ഹൈന്ദവരും മുസ്ലിങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷെ പിന്നീട് ബ്രിട്ടീഷ് സർക്കാരിന്റെ അടിച്ചമർത്തൽ നയങ്ങൾ, പ്രത്യേകിച്ചും ഖിലാഫത്ത് നേതാക്കളെ വ്യാജ കേസിൽ അറസ്റ്റ് ചെയ്തതും മാപ്പിളമാരുടെ മതപരമായ ചിഹ്നങ്ങളോടുള്ള അവഹേളനവും കലാപത്തിനു വഴിവെച്ചു. ഈ കലാപത്തിന്റെ ഭാഗമായി നടന്ന പല സംഭവങ്ങളും വളരെ വേദനാജനകമായിരുന്നു. ഇതിലെ ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം വണ്ടി അപകടം അഥവാ വാഗൺ ട്രാജഡിയാണ്. 1922 നവംബർ 19 70 തടവുകാരെ ഒരു ചരക്ക് തീവണ്ടിയിൽ അടച്ച് യാത്രയാക്കിയപ്പോൾ 61 പേർ ശ്വാസം മുട്ടി മരിച്ചു. ഇത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ക്രൂരതയുടെ ഓർമ്മപ്പെടുത്തലാണ്. ഈ കാലഘട്ടത്തിൽ കേരള മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് സാമൂഹിക വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ നടന്നതായി കാണാം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പല മഹത് വ്യക്തികളുമുണ്ട്. അവരിൽ ചിലരെ പരിചയപ്പെടാം. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ ജീവിച്ച പ്രധാന പണ്ഡിതനായിരുന്നു. ഇസ്ലാമിക വിജ്ഞാനത്തിൽ അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഷെയ്ഖ് സൈനുദ്ദീൻ ജൂനിയർ, ഇദ്ദേഹം തുഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം രചിച്ചു. ഇത് യൂറോപ്യൻ കോളനിവൽക്കരണത്തെക്കുറിച്ചും മുസ്ലിംകളുടെ ചെറുത്തുനിൽപ്പിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. മാമ്പുറം തങ്ങൾമാർ, യമനിൽ നിന്ന് കേരളത്തിലെത്തിയ പ്രമുഖ കുടുംബം. ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിലും സാമൂഹിക പരിഷ്കരണത്തിലും ഇവർക്ക് വലിയ പങ്കുണ്ട്. സയ്യിദ് അലവി തങ്ങൾ, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ സജീവമായിരുന്ന വ്യക്തി. ഇദ്ദേഹം രചിച്ച അസ്സൈഫുൽ ബത്താർ എന്ന കൃതി മുസ്ലിംകൾക്ക് വിപ്ലവകരമായ ആഹ്വാനം നൽകി. സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങൾ, ഇദ്ദേഹവും ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. മലബാർ കലക്ടർ കെന്നോളിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് കരുതപ്പെടുന്നു. ചാലിനകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, മദ്രസ പ്രസ്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. ഇദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. സയ്യിദ് സനാഉള്ള മക്തി തങ്ങൾ, ഇദ്ദേഹം മുസ്ലിം സമൂഹത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവാന്മാരാക്കി. വണിം അബ്ദുൽ ഖാദർ മൗലവി, കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ നായകൻ. ഇദ്ദേഹം ആരംഭിച്ച സ്വദേശാഭിമാനി പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, സ്വാതന്ത്ര്യസമരസേനാനി, അൽ അമീൻ പത്രത്തിന്റെ എഡിറ്റർ, മലബാറിലെ മുസ്ലിംകളെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചു. ഇ മൊയ്തു മൗലവി, സ്വാതന്ത്ര്യസമരത്തിൽ സജീവമായിരുന്ന വ്യക്തി, വിദ്യാഭ്യാസ വിചക്ഷണൻ. ഇവരെ കൂടാതെ കേരള മുസ്ലിം ഐക്യ സംഘം പോലുള്ള സംഘടനകളും മുസ്ലിം സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് എല്ലാ കേരള മുസ്ലിംകളുടെയും ആദ്യത്തെ സംഘടനയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് കണ്ടത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ കേരളത്തിലെ മുസ്ലിം സമൂഹം എങ്ങനെ സാമൂഹികവും രാഷ്ട്രീയവുമായി പരിവർത്തനം സംഭവിച്ചു, അതിനായി അവരെ നയിച്ച മഹത് വ്യക്തികൾ ആരൊക്കെയാണ്, അതുപോലെ മലബാർ കലാപം പോലുള്ള വലിയ സംഭവങ്ങൾ എന്തുകൊണ്ടുണ്ടായി എന്നൊക്കെയാണ്. ഈ പാഠഭാഗം നമ്മുടെ കേരള ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു.